വെൽക്കം ബാക്ക്. നമ്മൾ ഡെയിലി ലൈഫിൽ എത്രയോ തവണ പറയുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നീ നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നീ ഇത് ചെയ്തുകൂടാ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ മസ്റ്റ് ആണോ ഹാവ് ടു ആണോ ഉപയോഗിക്കുക? അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് അത്യാവശ്യമാണ്, അതായത് അത് ചെയ്യാനുള്ള ബാധ്യത നമുക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഉണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ മസ്റ്റോ ഹാവ് ടു വന്നാൽ അതിനർത്ഥം അവിടെ നമ്മളൊരു നെസസിറ്റിയെ പറ്റി അല്ലെങ്കിൽ ഒരു ഓബ്ലിഗേഷൻ, ഒരു ബാധ്യതയെ പറ്റി പറയുന്നു എന്നാണ്. അപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്നിരിക്കട്ടെ, എനിക്ക് ഇപ്പോൾ പോകണം, അതായത് എനിക്കിപ്പോൾ പോയേ തീരൂ. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ മസ്റ്റ് ഗോ നൗ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഗോ നൗ എന്നും പറയാം. അപ്പോൾ ഒരു ചോദ്യം, ഈ മസ്റ്റിനും ഹാവ് ടുവിനും ഒരേ അർത്ഥമാണോ? ഏകദേശം ഒരേ അർത്ഥമാണ്. അതിനർത്ഥം എന്തോ ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് അല്ലേ? അപ്പോൾ എന്താണ് ആ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. മലയാളത്തിൽ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. എനിക്ക് ഒരു പുതിയ ഫോൺ വാങ്ങണം, അതായത് ഒരു പുതിയ ഫോൺ വാങ്ങിച്ചേ മതിയാവൂ. അതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ. ഐ മസ്റ്റ് ബൈ എ ന്യൂ ഫോൺ. കണ്ടോ, ഇവിടെ ഞാൻ മസ്റ്റ് ആണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ്? ഈ പുതിയ ഫോൺ വാങ്ങണം എന്ന് കരുതുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ മാത്രം ഒരു തീരുമാനമാണിത്. വേറെ ആരും എന്നോട് പുതിയ ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയോ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കരുതുന്നു എനിക്കൊരു പുതിയ ഫോൺ വാങ്ങണമെന്ന്. അവിടെ ഞാൻ ഉപയോഗിച്ചത് മസ്റ്റാണ്. ഇനി അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. എനിക്ക് എല്ലാ ആഴ്ചയും റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യണം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു എന്ന് നോക്കൂ. ഐ ഹാവ് ടു ഫയൽ ദ റിപ്പോർട്ട്സ് എവ്രി വീക്ക്. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഹാവ് ടു ആണ്. എന്തുകൊണ്ട്? ഈ റിപ്പോർട്ടുകളെല്ലാം ഫയൽ ചെയ്യുക എന്നുള്ളത് എൻ്റെ പേഴ്സണലായ ആവശ്യമല്ല, അത് ജോലി സ്ഥലത്ത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണിത്. ഇവിടെ ഞാൻ മസ്റ്റ് അല്ല ഹാവ് ടു ആണ് ഉപയോഗിച്ചത്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ക്ലാസ്സിൽ ടീച്ചർ പറയാണ്, നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം, നിർബന്ധമാണ്. അതെങ്ങനെ പറയും? യു മസ്റ്റ് ഡു ദ ഹോംവർക്ക്. കണ്ടോ, ടീച്ചർ പറയാണ് യു മസ്റ്റ് ഡു ദ ഹോംവർക്ക്. ഇനി കുട്ടികൾ ഇതേപ്പറ്റി എങ്ങനെയായിരിക്കും തമ്മിൽ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്, അതായത് ചെയ്തേ പറ്റൂ. അപ്പോൾ അതെങ്ങനെ പറയുക? ഐ ഹാവ് ടു ഡു ദ ഹോംവർക്ക്. കാരണം ഇത് കുട്ടിയുടെ സ്വന്തം ഇഷ്ടമല്ല ഹോംവർക്ക് ചെയ്യണം എന്നുള്ളത്. അത് ടീച്ചർ ആവശ്യപ്പെട്ടതുകൊണ്ട് കുട്ടി ചെയ്യുന്നൊരു കാര്യമാണ്. കുട്ടി നിർബന്ധിതയാവുകയാണ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ അവിടെ കുട്ടി പറയുന്നത് ഐ ഹാവ് ടു ഡു ദ ഹോംവർക്ക് എന്നാണ്. അപ്പോൾ മസ്റ്റും ഹാവ് ടുവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്ക് സ്വയം തോന്നുന്നതാണെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കും. നേരെ മറിച്ച് വേറൊരാളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹാവ് ടു ഉപയോഗിക്കാം. ഇത് കൂടാതെ മസ്റ്റും ഹാവ് ടുവും തമ്മിൽ വേറെയും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. മസ്റ്റ് എന്ന് പറയുന്നത് ഒരു മോഡൽ വേർബാണ്. അപ്പോൾ നമുക്കറിയാലോ, ക്യാൻ, കുഡ്, വിൽ, വുഡ് എന്നൊക്കെയുള്ള മോഡൽ വേർബ്സ് ഇല്ലേ? അതുപോലെ ഒന്നാണ് മസ്റ്റും. അപ്പോൾ ഈ മസ്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയണമെങ്കിൽ, നിങ്ങൾ കഠിനമായി അധ്വാനിക്കണം. എങ്ങനെ പറയും? യു മസ്റ്റ് വർക്ക് ഹാർഡ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്ന ആ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിച്ചത് മസ്റ്റിന് ശേഷം. ഇതേ കാര്യം ഇങ്ങനെയാണ് പറയുന്നതെങ്കിലോ, അയാൾ കഠിനമായി അധ്വാനിക്കണം. എന്ത് പറയും? ഹീ മസ്റ്റ് വർക്ക് ഹാർഡ്. അപ്പോൾ അവിടെ വ്യത്യാസമൊന്നും വന്നില്ല. ഇനി നമുക്ക് പറയേണ്ടത് അവർ കഠിനമായി അധ്വാനിക്കണം എന്നാണെങ്കിലോ, അപ്പോഴും ഇത് തന്നെ പറഞ്ഞാൽ മതി, ദേ മസ്റ്റ് വർക്ക് ഹാർഡ്. അതിനർത്ഥം നമ്മൾ ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിലും, ഇനി അങ്ങനല്ല ഒന്നിലധികം പേരെ പറ്റിയാണ് പറയുന്നതെങ്കിലും മസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരേ രീതിയിലാണ്. ഹീ മസ്റ്റ് വർക്ക് ഹാർഡ്, ദേ മസ്റ്റ് വർക്ക് ഹാർഡ്, യു മസ്റ്റ് വർക്ക് ഹാർഡ്. പക്ഷേ ഹാവ് ടുവിൻ്റെ കാര്യം വരുമ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഹാവ് ടു മസ്റ്റിൻ്റെ പോലെ ഒരു കംപ്ലീറ്റ് മോഡൽ വേർബല്ല. ഹാവ് ടുവിനെ ഒരു സെമി മോഡൽ വേർബായിട്ടാണ് മിക്കവരും പരിഗണിക്കുന്നത്. അപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഹാവ് ടു ഉപയോഗിച്ച് പറയുമ്പോൾ വരുന്ന വ്യത്യാസം നോക്കൂ. നിങ്ങൾ കഠിനമായി അധ്വാനിക്കണം. ഇത് ഹാവ് ടു ഉപയോഗിച്ച് പറയുന്നത് യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്നാണ്. മുമ്പ് നമ്മൾ പറഞ്ഞു യു മസ്റ്റ് വർക്ക് ഹാർഡ്, ഇവിടെ യു ഹാവ് ടു വർക്ക് ഹാർഡ്. ഇനി അയാൾ
കഠിനമായി അധ്വാനിക്കണം എന്നെങ്ങനെ പറയുന്നു എന്ന് നോക്കൂ. ഹാവ് ടു ഉപയോഗിച്ച് ഹി ഹാസ് ടു വർക്ക് ഹാർഡ്. കണ്ടോ, യു ഹാവ് ടു, ഹി ഹാസ് ടു. അപ്പോൾ നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ ഹാവ് ടു എന്ന് പറയാൻ പറ്റില്ല, ഹാസ് ടു എന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് മസ്റ്റ് ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് നോക്കാം. അപ്പോൾ മലയാളത്തിലെ സെൻറ്റൻസ് ഇതാണ്: എനിക്ക് അവൾക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങണം. അപ്പോൾ ഇംഗ്ലീഷിൽ ഐ മസ്റ്റ് ബൈ ഹർ എ ഗിഫ്റ്റ്. കണ്ടോ, ഞാനിവിടെ മസ്റ്റാണ് ഉപയോഗിച്ചത്. കാരണം അവൾക്കൊരു സമ്മാനം വാങ്ങണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ്, അതാരും എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ ചെയ്യുന്നതല്ല. ഐ മസ്റ്റ് ബൈ ഹർ എ ഗിഫ്റ്റ്. മറ്റൊന്ന്, നമ്മൾ മറ്റുള്ളവരോട് ദയുള്ളവരായിരിക്കണം. ഞാൻ പറയുന്നത് വി മസ്റ്റ് ബി കൈൻഡ് ടു അതേഴ്സ്. ഇത് വേറൊരാൾ നിയമമായിട്ട് എന്നോട് പറഞ്ഞൊന്നുമല്ല, എനിക്ക് തോന്നുന്നതാണ്. വി മസ്റ്റ് ബി കൈൻഡ് ടു അതേഴ്സ്. ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, നമ്മൾ പറയുന്നത് ഒരാളെ പറ്റിയാണെങ്കിലും ഇനി അതല്ല ഒന്നിലധികം പേരെ പറ്റിയാണെങ്കിലും അവിടെ നമ്മൾ മസ്റ്റ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിച്ചു. ഇനി നമ്മൾ ഹാവ് ടു ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന തരം കുറച്ച് സെൻറ്റൻസസ് ആണ് കാണാൻ പോകുന്നത്. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് യൂണിഫോം ധരിച്ചേ മതിയാവൂ, ധരിച്ചേ പറ്റൂ. ഇത് നമ്മുടെ സ്വന്തം തീരുമാനമല്ല അല്ലേ, ഇത് ജോലി സ്ഥലത്തൊരു നിയമമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? വി ഹാവ് ടു വെയർ യൂണിഫോം അറ്റ് വർക്ക്. വി ഹാവ് ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത്, അയാൾ എല്ലാ മാസവും വാടക കൊടുക്കണം. അതായത് എല്ലാ മാസവും വാടക കൊടുത്തേ മതിയാവും. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഹി ഹാസ് ടു പേ ദ റെൻറ്റ് എവ്രി മന്ത്. കാരണം വാടക കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം താല്പര്യമോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം തീരുമാനമോ അല്ലല്ലോ, അത് നമ്മൾ കൊടുത്തേ മതിയാവും, അതൊരു ബാധ്യതയാണ് അല്ലേ. അവിടെ നമ്മൾ പറയുക ഹി ഹാസ് ടു പേ ദ റെൻറ്റ് എവ്രി മന്ത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, നമ്മൾ ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഹാസ് ടു എന്നാണ് ഉപയോഗിച്ചത്. ഒന്നിലധികം പേരെ പറ്റിയാണെങ്കിലോ ഹാവ് ടു. അപ്പോൾ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹാവ് ടുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹാവ് ടു ഉപയോഗിച്ച് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയോ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയോ പറയാം. അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇതിന് മൂന്നിനെ പറ്റിയും പറയാൻ നമുക്ക് ഹാവ് ടു ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ഹാവ് ടു ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ജോലി സ്ഥലത്ത് 9 മണിക്ക് എത്തിയേ പറ്റൂ. ഐ ഹാവ് ടു ഗെറ്റ് ടു വർക്ക് അറ്റ് 9. കണ്ടോ, ഐ ഹാവ് ടു ഗെറ്റ് ടു വർക്ക് അറ്റ് 9. അത് ജോലി സ്ഥലത്തെ ഒരു റൂളാണ്, അവിടെ ഞാൻ ഹാവ് ടു എന്നാണ് പറഞ്ഞത്. ഇനി മറ്റൊന്ന്, ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കണം, അതായത് പങ്കെടുത്തേ മതിയാവൂ. എന്താ പറയുക? വി ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറയേണ്ടി വന്നാൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു എന്ന് നോക്കൂ. എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ജോലി ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു വർക്ക് ലാസ്റ്റ് സൺഡേ. കണ്ടോ, ഈ ഹാവ് ടു എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, അതായത് ഹാഡ് ടു. ഐ ഹാഡ് ടു വർക്ക് ലാസ്റ്റ് സൺഡേ. അവൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വന്നു. ഷീ ഹാഡ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. ഇനി മൂന്നാമത്തത്, ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടി വന്നു. എന്ത് പറയും? വി ഹാഡ് ടു ലീവ് ഏർലി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിലും അതല്ല ഒന്നിലധികം പേരെ പറ്റിയാണെങ്കിലും ഹാഡ് ടു എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഐ ഹാഡ് ടു, ഷീ ഹാഡ് ടു, വി ഹാഡ് ടു. ഇനി നമ്മൾ ഈ ഹാവ് ടു ഉപയോഗിച്ച് ഭാവിയിൽ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പറയുന്നു എന്ന് നോക്കാം. എനിക്ക് അടുത്ത ഞായറാഴ്ച ജോലി ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു വർക്ക് നെക്സ്റ്റ് സൺഡേ. കണ്ടോ, ഹാവ് ടുവിൻ്റെ കൂടെ ഞാൻ വില്ല് കൂടെ ചേർത്തു. ഐ വിൽ ഹാവ് ടു വർക്ക് നെക്സ്റ്റ് സൺഡേ. അവൾക്ക് കഠിനമായി അധ്വാനിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ പറയും? ഷീ വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. കണ്ടോ, ഷീ വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. ഇവിടെയാണ് ഹാവ് ടുവും മസ്റ്റും തമ്മിലുള്ള അടുത്ത വലിയ വ്യത്യാസം നമ്മൾ കാണാൻ പോകുന്നത്. മസ്റ്റ് ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റി പറയാൻ സാധിക്കില്ല. അതിനുള്ള എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ചേ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക ഇംഗ്ലീഷിൽ? ഐ മസ്റ്റ് സ്റ്റഡി. ഇത് പാസ്റ്റ് ടെൻസിലാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല, ഹാവ് ടുവിൻ്റെ സഹായം തന്നെയാണ് വേണ്ടത്. മുൻപ് നമ്മൾ കണ്ടല്ലോ, ഹാവ് ടുവിൻ്റെ പാസ്റ്റ് ഫോം ഹാഡ് ടു അല്ലേ? ആ ഹാഡ് ടു ആണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ഹാഡ് ടു സ്റ്റഡി.
എനിക്ക് പഠിക്കേണ്ടി വന്നു എന്ന് പറയാൻ ഐ ഹാഡ് ടു സ്റ്റഡി എന്ന് പറയാം. അപ്പോൾ ഇതിനുള്ള കൂടുതൽ എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വന്നു എന്നെങ്ങനെയാണ് നമ്മൾ ഈ ഹാഡ് ടു ഉപയോഗിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്: അവൾക്ക് ഇന്നലെ ഇമെയിൽ അയക്കേണ്ടി വന്നു. എന്ത് പറയും? മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, പാസ്റ്റ് അല്ലേ. ഷീ ഹാഡ് ടു സെൻഡ് ദി ഇമെയിൽ യെസ്റ്റർഡേ. ഷീ ഹാഡ് ടു സെൻഡ് ദി ഇമെയിൽ യെസ്റ്റർഡേ. ഞങ്ങൾക്ക് കാറ് വിൽക്കേണ്ടി വന്നു. We had to sell our car. We had to sell our car. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, മസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയാം, പക്ഷേ പാസ്റ്റിൽ നടന്ന, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ചോ അത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് മസ്റ്റ് ഉപയോഗിച്ച് പറയാം. അപ്പോൾ ഇങ്ങനെ പറയണം എന്നിരിക്കട്ടെ: എനിക്ക് നാളെ ഡോക്ടറെ കാണണം. അപ്പോൾ നാളെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്ത് പറയും? ഐ മസ്റ്റ് സീ ദ ഡോക്ടർ ടുമോറോ. ആ ടുമോറോ എന്നുള്ള വാക്ക് വന്നപ്പോൾ നാളെയാണ് കാണുന്നത്, ഫ്യൂച്ചറിലാണ് കാണാൻ പോകുന്നതെന്ന് വന്നല്ലോ. ഐ മസ്റ്റ് സീ ദ ഡോക്ടർ ടുമോറോ. അല്ലെങ്കിൽ ഒരു മാർഗമുണ്ട്, ഈ മസ്റ്റിന് പകരം നമുക്ക് വിൽ ഹാവ് ടു എന്ന് ഉപയോഗിച്ചാൽ മതി. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ഫ്യൂച്ചറിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാം, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതേ സെൻറ്റൻസ് ഞാൻ എങ്ങനെയാണ് പറയുന്നത് നോക്കൂ: ഐ വിൽ ഹാവ് ടു സീ ദ ഡോക്ടർ ടുമോറോ. നമ്മൾ ആദ്യം പറഞ്ഞു ഐ മസ്റ്റ് സീ ദ ഡോക്ടർ ടുമോറോ എന്ന്, അല്ലെങ്കിൽ ഐ വിൽ ഹാവ് ടു സീ ദ ഡോക്ടർ ടുമോറോ എന്നും പറയാം. അപ്പോൾ ഇതുപോലെയുള്ള 1-2 സെൻറ്റൻസസ് കൂടെ നോക്കാം. അവന് നാളെ നേരത്തെ പോകേണ്ടി വരും. എന്ത് പറയും? ഹി വിൽ ഹാവ് ടു ലീവ് ഏർലി ടുമോറോ. കണ്ടോ? ഹി വിൽ ഹാവ് ടു ലീവ് ഏർലി ടുമോറോ. നീ സ്വയം മുറി വൃത്തിയാക്കേണ്ടി വരും. ഭാവിയിലെ കാര്യമാണല്ലോ. അപ്പോൾ എന്ത് പറയും? യു വിൽ ഹാവ് ടു ക്ലീൻ ദ റൂം യോർ സെൽഫ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് നിർബന്ധമാണെന്ന് കാണിക്കാനാണ് നമ്മൾ മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുന്നത്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇനി നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് ഫോമിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ മസ്റ്റിൻ്റെയും ഹാവ് ടുവിൻ്റെയും നെഗറ്റീവ് ഫോംസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, തികച്ചും വ്യത്യസ്തമായ അർത്ഥമാണ് ഇതിന് രണ്ടിനും ഉള്ളത്. ഈ മസ്റ്റിൻ്റെ നെഗറ്റീവ് ഫോം മസ്റ്റ് നോട്ട് ആണ്. നമ്മൾ ഈ മസ്റ്റ് നോട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അനുവാദമില്ല, അല്ലെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആണ്, അത് നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ കാണിക്കാനാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ: നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കരുത്. വി മസ്റ്റ് നോട്ട് ടോക്ക് ഇൻ ദ ക്ലാസ്. കണ്ടോ? മസ്റ്റ് നോട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ എനിക്ക് ഈ മസ്റ്റ് നോട്ട് എന്നുള്ളത് കോൺട്രാക്റ്റ് ചെയ്ത്, അതായത് ചുരുക്കി പറയാം. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? വി മസ്റ്റ്ന്റ് ടോക്ക് ഇൻ ദ ക്ലാസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ മസ്റ്റ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം എങ്ങനെ എഴുതിയെന്ന് നോക്കൂ. മസ്റ്റ് എന്ന് എഴുതി, എന്നിട്ട് നോട്ടിൻ്റെ ഷോർട്ട് ഫോം എഴുതി, അതായത് N'(T) എഴുതി. പക്ഷെ ഞാനത് പറയുന്നത് എങ്ങനെയാണ്? മസ്റ്റിൻഡ് എന്ന് പറഞ്ഞില്ല, മസ്സിൻഡ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പലർക്കും തെറ്റാറുണ്ട്. മസ്സിൻഡ് എന്ന് പറയുന്നത് കൊണ്ട് മസ്റ്റിലെ ആ ടി എഴുതാൻ മറന്നുപോകും. അപ്പോൾ ടി എഴുതുക, പക്ഷേ അത് സൈലൻ്റ് ആണെന്ന് ഓർക്കുക പറയുമ്പോൾ. ഇനി മറ്റൊരു സെൻറ്റൻസ്: നിങ്ങൾ പൂ പറിക്കരുത്. യു മസ്ൻറ്റ് പ്ലക്ക് ദ ഫ്ലവേഴ്സ്. കണ്ടോ? യു മസ്ൻറ്റ് പ്ലക്ക് ദ ഫ്ലവേഴ്സ്. അത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ കണ്ടതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ആണല്ലേ, ക്ലാസ്സിൽ സംസാരിക്കരുത് അല്ലെങ്കിൽ പൂ പറിക്കരുത് എന്നൊക്കെ പറയുന്നത്. അതേപോലെ നമ്മൾ സ്വയം എടുക്കുന്ന ചില തീരുമാനങ്ങളെ പറ്റി, ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ പറ്റി പറയാനും നമുക്ക് മസ്ൻറ്റ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഞാൻ വിചാരിക്കുകയാണ്, ആ കീ എടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ ഞാൻ എന്ത് പറയും? ഐ മസ്ൻറ്റ് ഫൊർഗെറ്റ് ദ കീസ്. ഐ മസ്ൻറ്റ് ഫൊർഗെറ്റ് ദ കീസ്. അതൊരു റൂളൊന്നുമല്ല, ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സമയം ടി വി കാണണ്ട എന്ന് ഞാൻ സ്വയം വിചാരിക്കുകയാണ്. ഇതൊരു റൂളൊന്നുമല്ല, ഞാൻ സ്വയം എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ ഞാൻ എന്ത് പറയും? ഐ മസ്ൻറ്റ് വാച്ച് സോ മച്ച് ടി വി. ഇത്രയധികം സമയം ടി വി കാണണ്ട. ഐ മസ്ൻറ്റ് വാച്ച് സോ മച്ച് ടി വി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ മസ്റ്റ് നോട്ട് അല്ലെങ്കിൽ മസ്ൻറ്റ് എന്നൊക്കെയുള്ളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് എഴുതുന്നത് എങ്ങനെയാണ്? ഡോണ്ട് ഹാവ് ടു അല്ലെങ്കിൽ ഡസൻറ്റ് ഹാവ് ടു എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഡോണ്ട് ഹാവ് ടു അല്ലെങ്കിൽ ഡസൻറ്റ് ഹാവ് ടുവിൻ്റെ അർത്ഥം? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാനല്ല നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെയോ,
എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് പറയാനാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ്. അപ്പോൾ ഈ മസ്റ്റ് നോട്ടും ഡോണ്ട് ഹാവ് ടുവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരാളോട് പറയാണ്, നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് കഴിക്കരുത്, അത് നിങ്ങൾ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് പറയും? യു മസ്റ്റ്ന്റ് ടേക്ക് സ്ട്രോങ് മെഡിസിൻസ്. കണ്ടോ? യു മസ്റ്റ്ന്റ് ടേക്ക് സ്ട്രോങ് മെഡിസിൻസ്. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയ മരുന്നുകൾ കഴിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് പറയും? യു ഡോണ്ട് ഹാവ് ടു ടേക്ക് സ്ട്രോങ് മെഡിസിൻസ്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് കഴിക്കരുത് എന്നല്ല, കഴിക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ കഴിക്കാം. അപ്പം അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? യു ഡോണ്ട് ഹാവ് ടു ടേക്ക് സ്ട്രോങ് മെഡിസിൻസ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ മസ്റ്റ് നോട്ട് ഉപയോഗിച്ചപ്പോൾ പ്രൊഹിബിഷനാണ്, ഒരു കാര്യം പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഡോണ്ട് ഹാവ് ടു ഉപയോഗിച്ചപ്പോഴോ ഓബ്ലിഗേഷൻ ഇല്ല, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. നോ ഓബ്ലിഗേഷൻ. ഇനി വേറെ 1-2 സെൻറ്റൻസസ് കൂടെ നോക്കാം. നമ്മൾ ആ കാറ് റിപ്പയർ ചെയ്യണമെന്നില്ല, കാറ് നന്നാക്കണം എന്നില്ല. വി ഡോണ്ട് ഹാവ് ടു ഫിക്സ് ദ കാർ. കണ്ടോ? വി ഡോണ്ട് ഹാവ് ടു ഫിക്സ് ദ കാർ. അവൾ ആ പാത്രങ്ങൾ കഴുകണം എന്നില്ല. ഷീ ഡസൻറ്റ് ഹാവ് ടു ഡൂ ദ ഡിഷസ്. നിർബന്ധമില്ല കഴുകണമെന്ന്. ഷീ ഡസൻറ്റ് ഹാവ് ടു ഡൂ ദ ഡിഷസ്. ഇവിടെ കണ്ടല്ലോ, വിയുടെ കൂടെ ഞാൻ പറഞ്ഞത് ഡോണ്ട് എന്നാണ്, കാരണം വി ഒന്നിലധികം പേരാണല്ലേ. അപ്പോൾ വി ഡോണ്ട്. നേരെ മറിച്ച് ഷീയുടെ കൂടെ ഞാൻ ഉപയോഗിച്ചത് ഡസൻറ്റ്. ഷീ ഒരാളാണ്, അതുകൊണ്ട് ഷീ ഡസൻറ്റ് ഹാവ് ടു ഡൂ ദ ഡിഷസ്. അപ്പോൾ ഈ മസ്റ്റും ഹാവ് ടും ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഈ മസ്റ്റ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത്ര സാധാരണയായിട്ട് കാണുന്ന ഒന്നല്ല, അത്ര കോമൺ അല്ല അത്. പക്ഷെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഞാൻ എപ്പോഴാണ് ഈ റിപ്പോർട്ട് തീർക്കേണ്ടത്, ഫിനിഷ് ചെയ്യേണ്ടത്? അപ്പോൾ എങ്ങനെ ചോദിക്കും മസ്റ്റ് ഉപയോഗിച്ച്? വെൻ മസ്റ്റ് ഐ ഫിനിഷ് ദി റിപ്പോർട്ട്. വെൻ മസ്റ്റ് ഐ ഫിനിഷ് ദി റിപ്പോർട്ട്. പക്ഷെ അതിലും ഭംഗി ഹാവ് ടു ഉപയോഗിച്ച് ആ ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വെൻ ഡു ഐ ഹാവ് ടു ഫിനിഷ് ദ റിപ്പോർട്ട്. വെൻ ഡു ഐ ഹാവ് ടു ഫിനിഷ് ദ റിപ്പോർട്ട്. ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഡു ഐ ഹാവ് ടു ഡു, വാട്ട് മസ്റ്റ് ഐ ഡു എന്നും ചോദിക്കാം. പക്ഷെ കുറച്ചുകൂടെ ഭംഗി വാട്ട് ഡു ഐ ഹാവ് ടു ഡു എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മസ്റ്റും ഹാവ് ടുവും ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.